മധു, കസേര കളിക്ക് പുതിയ തന്ത്രങ്ങളാണോ? തീർച്ചയായും. മാത്രമല്ല, ഞാനിതിനൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ്, അത് കോൺഗ്രസ്സുകാർ വെക്കാത്തൊരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് നമുക്ക് ഈ ചർച്ച നടത്താൻ പറ്റുക, അല്ലേ? അതായത് മെയ് 4 ആയിട്ടില്ല, ഫലം വന്നിട്ടില്ല എന്ന ഒരു പശ്ചാത്തലത്തിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഈ ചർച്ചകളിലേക്കൊക്കെ, രാഷ്ട്രീയ ചർച്ചകളിലേക്കൊക്കെ പോകുന്നത്. ഈ മുണ്ടക്കൽ ശേഖരനോട് പറഞ്ഞതുപോലെ ഭാഷയ്ക്കൊരു ശുദ്ധി വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ റീലിലേക്കും ഈ പോഡ്കാസ്റ്റിലേക്കും അതുപോലെ ഡോക്യുമെൻ്ററി നിർമ്മാണത്തിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. മുമ്പ് അങ്ങനെയല്ലല്ലോ. ഒരാൾ അവിടെ ഒരു വാർത്താ സമ്മേളനം വിളിക്കുന്നു, ഇവിടെ തൊട്ടടുത്ത ആൾ വേറൊരു വാർത്താ സമ്മേളനം വിളിക്കുന്നു, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന നിലയിൽ നിന്ന് കുറച്ചുകൂടി ഭേദപ്പെട്ട, കുറച്ചുകൂടി ഫൈനായ ചില തന്ത്രങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. അതാണ് പുതിയ സങ്കേതം. തന്ത്രം മാറിയിട്ടുണ്ട്. കസേരയിലേക്ക് എത്താനുള്ള ആ CM റേസിൽ തന്ത്രങ്ങൾ മാറിയിട്ടുണ്ട് എന്ന് നമ്മൾ പറയാനുള്ള കാരണം നോക്കിപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെ ഈ 3 നേതാക്കൾക്കും ക്ലെയിം ഉണ്ട്. ശരിയാണ്, 3 നേതാക്കൾക്കും ക്ലെയിം ഉണ്ട്. അതിൽ ഒരു സ്വാഭാവിക ചോയ്സ് എന്ന നിലയ്ക്ക് വി ഡി സതീശൻ, അത് സംഭവിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? വി ഡി സതീശൻ തന്നെ പറഞ്ഞതുപോലെ 100 സീറ്റിൽ വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. 100 സീറ്റിൽ വിജയിച്ചാൽ വി ഡി സതീശൻ ഹീറോ. ഒറ്റൊന്നുമില്ല. കാരണം ഒരു 5 വർഷക്കാലത്തിനിടയ്ക്ക് വലിയ തോതിൽ കേരളത്തിൽ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവന്ന, എപ്പോഴാണ് കയ്യിലേക്ക് കിട്ടിയത്? എന്താണ് കയ്യിലേക്ക് കിട്ടിയ കോൺഗ്രസ് എന്ന് പറയുന്നത്? സംഘടനാ സംവിധാനം തകർന്നൊരു കോൺഗ്രസ് ആണ്. മാത്രമല്ല, തുടർ പരാജയത്തിന്റെ വലിയ പാതാളത്തിലേക്ക് വീണുപോയൊരു പ്രസ്ഥാനമാണ്. ആത്മവിശ്വാസം എന്ന് പറയുന്നത് അരക്കിലോ അവസാനിക്കാതെ പോയൊരു സാഹചര്യത്തിലാണ് വി ഡി സതീശന്റെ കയ്യിലേക്ക് ഹൈക്കമാൻഡ് ഇത് വെച്ചു കൊടുക്കുന്നത്. അങ്ങ് പറയുന്നത് പോലെ ശരിയാണ്. അതിൽ വളരെ വ്യക്തിപരമായ വേദന അനുഭവിക്കേണ്ടി വന്ന ഒരാളാണ് രമേശ് ചെന്നിത്തല. അദ്ദേഹത്തോട് മര്യാദയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അറിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ തീരുമാനത്തിനപ്പുറത്ത് മുഴുവൻ പരാജയത്തിന്റെയും ഉത്തരവാദിത്തം തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നത്. പക്ഷെ അതിൽ വി ഡി സതീശൻ എന്താ റോൾ? ഹൈക്കമാൻഡിനെ സ്വാധീനിച്ച് രമേശ് ചെന്നിത്തലയെ നേരത്തെ ലീഡറിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെയും ഒക്കെ കാര്യത്തിൽ പറഞ്ഞതുപോലെ അങ്ങനെ വെട്ടിയിരുത്താൻ കഴിയുന്ന ഒരു പ്രൊഫൈൽ ഉണ്ടായിരുന്നു അന്ന് വി ഡി സതീശന്? ഇല്ല. വി ഡി സതീശൻ അന്ന് മന്ത്രി പോലും ആകാതിരുന്ന ഒരു സാധാരണ MLA ആണ്. അദ്ദേഹം ഈ പറയുന്നത് പോലെ അന്നത്തെ ഈ ഹരിത MLA-മാരുടെയൊക്കെ നേതൃത്വം നൽകിയ ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിച്ചിരുന്നു എന്നതിനപ്പുറത്ത് നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വത്തെ വെട്ടിവേലത്ത് വെക്കാനുള്ള ഒരു കമാൻഡ് ഒന്നും ഉണ്ടായിരുന്നില്ല അന്ന് വി ഡി സതീശൻ. അപ്പൊ വി ഡി സതീശൻ അല്ല അന്ന് ചെന്നിത്തലയുടെ ആ വേദനയ്ക്ക് കാരണക്കാരൻ എന്നിരിക്കെയാണ് ഈ ചർച്ചകൾ ഉണ്ടാകുന്നത്. അപ്പോൾ വി ഡി സതീശൻ ഒരു സ്വാഭാവിക ചോയ്സാണ്. ഒരു ക്ലീൻ സ്വീപ്പ് കോൺഗ്രസിന് അനുകൂലമായി സംഭവിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്ലെയിമിന്റെ ശക്തി കൂടും. ഇനി അതിനപ്പുറത്തേക്ക് ഒരു വേവ് വിത്തിൻ മെജോറിറ്റിയാണ് ഉണ്ടാകുന്നത് എന്ന് വിചാരിക്കുക. ആ സമയത്ത് എല്ലാവർക്കും അവകാശവാദങ്ങൾ ഉണ്ടാകും. അവിടെ ഒരു അരക്ഷിതാവസ്ഥയുണ്ടാകും. അവിടേക്ക് വളരെ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഫിഗറാണ് ആര്? KC വേണുഗോപാൽ. അദ്ദേഹം ക്രൈസിസ് മാനേജർ എന്നാണല്ലോ നേരത്തെ ഡോക്ടർ അരുൺകുമാർ വിശേഷിപ്പിച്ചത്. അത് പിന്നെ വഴിയെ പറയുകയും ചെയ്യാം. അദ്ദേഹം ക്രൈസിസ് മാനേജ് ചെയ്ത സംസ്ഥാനങ്ങളുടെ കാര്യങ്ങൾ ഒരുപക്ഷെ PR സുനിലിന് കുറച്ചും കൂടി വ്യക്തമായി പറയാൻ കഴിയും. ഗോവ അടക്കം, കർണാടക അടക്കം, എന്തിന് മധ്യപ്രദേശും രാജസ്ഥാനും അടക്കം അവകാശ തർക്കങ്ങളിൽ KC അതിന് മധ്യസ്ഥ ശ്രമങ്ങളിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെയൊക്കെ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയുകയും ചെയ്യാമല്ലോ. ഗുലാം നബി ആസാദ് രാജിവെച്ചു പോകുന്ന വികാരഭരിതമായ രാജിക്കത്തുണ്ടായിരുന്നു. PR സുനിൽ കൃത്യമായി ഓർമ്മയുണ്ടാകും. 49 ഇലക്ഷൻ പൊട്ടിയ കഥ ഗുലാം നബി ആസാദ് പറയുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് പൊട്ടി എന്നൊരു ചോദ്യത്തിന് അദ്ദേഹത്തിന് ഒരു ഒറ്റ ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു കുത്തഴിഞ്ഞ വ്യവസ്ഥയുടെ സംഭാവനയായിരുന്നു എന്നാണ് ഗുലാം നബി ആസാദ് ആ രാജിക്കത്തിൽ എഴുതി വെച്ചത്. അതായത് ഈ അധികാരം താഴേക്ക് വരുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഓച്ഛാനിച്ച് നിൽക്കലുണ്ടല്ലോ, തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുന്നത്. നോക്കൂ, ഒരു കേന്ദ്ര നേതൃത്വത്തിനും ഇന്ത്യ പോലെ ബൃഹത്തായ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൾച്ചറുമുള്ള ഒരു സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തെ ഡൽഹിയിലിരുന്ന് മനസ്സിലാക്കുക സാധ്യമല്ല, നിയന്ത്രിക്കുക സാധ്യമാണ്. അതുകൊണ്ടാണ് ഒരുപക്ഷെ രാഹുൽ ഗാന്ധി ഇവിടെ വരുമ്പോൾ അന്നത്തെ പൊളിറ്റിക്കൽ വിഷയങ്ങൾ അദ്ദേഹത്തിന് കമൻറ്റ് ചെയ്യാൻ കഴിയാതെ പോകുന്നത്. അന്നത്തെ പൊളിറ്റിക്കൽ വിഷയങ്ങളിൽ അദ്ദേഹത്തിന് കമൻറ്റ് ചെയ്യാൻ കഴിയാതെ അദ്ദേഹം കർണാടകയിലോ തെലങ്കാനയിലോ നടത്തിയ രാഷ്ട്രീയ പ്രസംഗത്തിൻ്റെ ഏറെക്കുറെ ഒരു ആവർത്തനം കേരളത്തിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇടത്തേക്ക് ഹൈക്കമാൻഡിൻ്റെ തീരുമാനം മാത്രം നടപ്പിലാകുന്ന സാഹചര്യം ഉണ്ടാവുക ദുഷ്കരമാണ്. അങ്ങനെ ഒരു പാർട്ടി മുന്നോട്ട് പോകില്ല. ഇവിടെയുള്ള നേതാക്കളെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട് തന്നെ വേണം അങ്ങനെ സംഭവിക്കാൻ എന്നുള്ളതാണ്. ഇനി KC വേണുഗോപാലിന്റെ പര്യായപദമാണ് ഹൈക്കമാൻഡ്, അല്ലെങ്കിൽ ഹൈക്കമാൻഡിന്റെ പര്യായപദമാണ് KC വേണുഗോപാൽ. അങ്ങനെ ആയിരുന്നു ഇത്രയും കാലം. അദ്ദേഹം കേരളത്തിലേക്ക് പറിച്ചു നടപ്പെടുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരെ എന്ന് തീരുമാനിക്കാൻ വരുന്ന അംഗങ്ങളുണ്ടല്ലോ, അവരുടെ ഡയറക്റ്റ് കമാൻഡ് ആർക്കായിരിക്കും? അപ്പോൾ എത്രത്തോളം മറ്റുള്ളവർക്ക് വിശ്വാസമുണ്ടാകും? നമ്മുടെ വിശ്വാസം അവിടെ നിൽക്കട്ടെ, മറ്റുള്ളവർക്ക് എത്ര വിശ്വാസമുണ്ടാകും എന്നൊരു ചോദ്യമില്ലേ? ഇനി അടുത്ത നോക്കൂ, രാഹുലുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. ഏറിയും കുറഞ്ഞും
രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര ഏജൻസികൾ വാളെടുത്ത സമയത്ത് തെരുവ് പ്രക്ഷോഭങ്ങൾക്കടക്കം നേതൃത്വം നൽകിയ ഒരാൾ എന്ന നിലയ്ക്ക് കെ സി വേണുഗോപാലോട് രാഹുൽ ഗാന്ധിക്ക് ഒരു ആശ്രയത്വ മനോഭാവം കൂടിയുണ്ട് വേണമെങ്കിൽ. അപ്പോൾ വളരെ ഡയറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. പ്രിയങ്ക ഗാന്ധിയുമായി ബന്ധപ്പെട്ടും സോണിയാഗാന്ധിയുമായി ബന്ധപ്പെട്ടാണ് മറ്റു നേതാക്കളുടെ ഒരു ആത്മവിശ്വാസം അവിടെ നിൽക്കുന്നത്. MLA മാരുടെ പിന്തുണ കൃത്യമാണ്. ഞാൻ പറയുന്നതേ, ഈ ജയിക്കുന്നതിനേക്കാൾ വലിയ ഹോംവർക്ക് അതിനുശേഷമുള്ള ജയത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ അണിയറയിൽ നടന്നിട്ടുണ്ട്. 2 വർഷക്കാലം മുമ്പ് മുതൽ ഇങ്ങോട്ട് ഒരുപക്ഷെ പോസ്റ്റർ ഒട്ടിക്കാനും ഒരുപക്ഷെ ചുവരെഴുതാനും കേരളത്തിലെ അണികൾ തെരുവിൽ നിറഞ്ഞപ്പോൾ അതിനുശേഷമുള്ള രാഷ്ട്രീയ കളികളിലേക്ക് കൂടി നീട്ടിവെച്ച നേതാക്കളെ നമ്മൾ കേൾക്കുകയും ചെയ്തിരുന്നു. ഞാനത് ഇപ്പോൾ എടുത്തു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു ഹോംവർക്ക് അതിനുശേഷമുള്ള ജയത്തിന് ശേഷമുള്ള കസാര കളിക്കു കൂടി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു എന്നത് മറന്നുകൊണ്ടൊന്നും നമുക്ക് പോകാൻ കഴിയില്ല. ഗ്രൂപ്പ് കളിക്ക് അന്ത്യമുണ്ടാകും. AI ഗ്രൂപ്പുകൾ ഇനിയില്ല, ടീം UDF ആണ് എന്നൊക്കെ ആയിരുന്നല്ലോ. ഐ ഗ്രൂപ്പ് ഇപ്പോഴും ചെന്നിത്തലയ്ക്കൊപ്പം ഏറെക്കുറെ ഒരു ഉറച്ചു നിൽക്കുന്നു എന്ന് പറയും. ഗ്രൂപ്പ് എവിടെ പോയി? ഗ്രൂപ്പിന്റെ വലിയ നേതാക്കന്മാർ ആരൊക്കെയായിരുന്നു? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? അപ്പോൾ അധികാരമുള്ളിടത്തേക്ക് നീളുന്നതാണ് അഭിപ്രായം എന്ന നിലവിൽ കോൺഗ്രസിലുണ്ട്. ഇനി പറഞ്ഞല്ലോ, MLA മാരുടെ പിന്തുണ ഇത്ര പേർക്ക്, ഇത്ര പേരുടെ പിന്തുണ, കെ സി വേണുഗോപാലിന് ഇത്ര പേരുടെ പിന്തുണ എന്നുള്ളത് അത് എവിടെ നിന്നാണ് ഉണ്ടായത്? 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷനും ആ പട്ടികയുടെ ഒരു ഏകദേശ രൂപവും അദ്ദേഹത്തിന് കൈവശം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡൽഹിക്ക് പോയപ്പോൾ അത് വെട്ടിത്തിരുത്തപ്പെട്ടത് ഈ കൈവെക്കാനുള്ള നേതാക്കളുടെ എണ്ണത്തിന് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത നിഷ്കളങ്കതയൊന്നും കേരളത്തിൽ ആർക്കും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഈ കൈവെക്കാനുള്ള എണ്ണക്കണക്ക് പറയുന്നുണ്ടല്ലോ, ആ എണ്ണക്കണക്ക് ഒപ്പിക്കാൻ വേണ്ടി തന്നെയാണ് ദിവസങ്ങൾ. അതിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വമൊക്കെ ഒരു ഡമ്മി ആയിരുന്നു. ആ സ്ഥാനാർത്ഥിത്വ പ്രശ്നത്തിൽ നിന്നുകൊണ്ടൊന്നുമല്ല ഇവിടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വൈകിയത്. പകരം അതിനപ്പുറത്തേക്ക് സ്വന്തം താല്പര്യപ്രകാരം നേതാവ് നോക്കൂ, ആരാണ് ഈ നേതാവ്? ഞാനാണ് നിങ്ങളുടെ നേതാവെന്ന് അണികൾക്ക് നേരെ കൈചൂണ്ടി പറയുന്ന ആളല്ല നേതാവ്. നിങ്ങളാണ് ഞങ്ങളുടെ നേതാവെന്ന് അണികൾ കൈചൂണ്ടുന്ന ആളാണ് നേതാവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് സ്വയം തിരിച്ചറിയുക. അങ്ങനെയാണെങ്കിൽ റീലൊന്നും ഉണ്ടാക്കേണ്ടി വരില്ല. അത് നാട്ടുകാരും അണികളും തന്നെത്താനെ ഉണ്ടാക്കുമായിരുന്നു, ഉണ്ടാക്കിയേനെ. അങ്ങനെയാണെങ്കിൽ അതിൽ അഭിമാനിക്കാനും എന്തെങ്കിലും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ നോക്കൂ, കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിൽ ഒരു പുനഃസംഘടന വരാൻ പോവുകയാണ് ആണല്ലോ. അവിടെ ഇപ്പോഴത്തെ ഒരു അധികാര കേന്ദ്രം എങ്ങനെയാണ്? ഒന്ന് മല്ലികാർജ്ജുന ഖാർഗെ, തെന്നിന്ത്യക്കാരനാ. ഒന്ന് കെ സി വേണുഗോപാൽ, കേരളത്തിൽ നിന്നുള്ള നേതാവാണ്. കോൺഗ്രസ് ഇപ്പോഴാണ് തെക്കേ ഇന്ത്യൻ പാർട്ടി ആയത്. കോൺഗ്രസ് അടിസ്ഥാനപരമായ ഒരു ഉത്തരേന്ത്യൻ പാർട്ടി തന്നെയാണ്. അവിടെ പലരും കണ്ണുവെച്ച ഈ സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി പോസ്റ്റിലേക്കാണ് കെ സി വേണുഗോപാൽ വന്നിരുന്നത്, രാഹുൽ ഗാന്ധിയുമായുള്ള ഏറ്റവും അടുത്ത ബന്ധത്തിന്റെ പേരിൽ. അതിപ്പോൾ പാർട്ടിയുടെ അധ്യക്ഷനും അതിനോടൊപ്പം തന്നെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറിയും തെക്കേ ഇന്ത്യക്കാരനാകുന്നതിൽ അസ്വാഭാവിക തോന്നുന്നവരും അതിൽ അതൃപ്തിയുള്ളവരുമായ നേതാക്കൾ ഉത്തരേന്ത്യയിലുണ്ട്. അതുകൊണ്ട് തന്നെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ അവിടെ കെ സി വേണുഗോപാലിന്റെ സ്ഥാനത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുന്നവരും കസേര കളി അവിടെ നടത്തുന്നവരും കുപ്പായം തയ്ച്ചിരിക്കുന്നവരും അവിടെയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന് ഒരു ഡീസന്റ് എക്സിറ്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിലേക്കാണ്. അതുകൊണ്ട് കെ സി വേണുഗോപാലിന്റെ മാത്രം താല്പര്യമല്ല കേരളത്തിലെ മുഖ്യമന്ത്രി കസേര എന്ന് പറയുന്നത്, അത് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഉന്നതങ്ങളിലിരിക്കുന്ന മറ്റു പലരുടെയും സ്വപ്നം കൂടിയാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. ഇപ്പോൾ മറ്റൊരു വലിയ കോമഡി എന്താ പറയുക, നേരത്തെ അങ്ങ് ഇവിടെ രമേശ് ചെന്നിത്തലയുടെ ഒരു വലിയ ദീർഘമായ ജീവചരിത്രം പറയുന്നുണ്ടായിരുന്നല്ലോ. 35 വയസ്സിൽ മന്ത്രിയായത് മുതൽ ഇങ്ങോട്ട് ഇവർക്കൊക്കെ കിട്ടിയതാണ് എന്നൊരു പ്രധാനമുണ്ട് കേട്ടോ. അവരുടെ രാഷ്ട്രീയത്തിൽ എവിടെയും കെ സി വേണുഗോപാലിന്റെ ജീവചരിത്രം സമൂഹ മാധ്യമങ്ങളിൽ മുഴുവനും ഉണ്ട്. ഇവർക്കൊന്നും എവിടെയും ഒരു കുറവ് വന്നിട്ടില്ല എന്നേ. അതിൽ വി.ഡി. സതീശനാണ് അദ്ദേഹം ഒരു മന്ത്രി പോലും ആയിട്ടില്ല എന്നൊരു വ്യത്യാസമുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്കൊന്നും കയ്യിൽ താലത്തിലെടുത്ത് കൊടുത്തൊന്നുമല്ല. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല. KSU കാലം മുതൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ വന്ന് കേരളത്തിൽ മാത്രമല്ല NSUയുടെ അദ്ദേഹം ഇവിടുത്തെ കോൺഗ്രസിന്റെ സംഘടന യുവജന സംഘടനാ വിഭാഗത്തെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കാളിത്തം വഹിച്ചിട്ടുള്ള ആളാണ്. അതിന് പാർട്ടിയൊന്നും തിരിച്ചു കൊടുക്കാതെ ഇരുന്നിട്ടുമില്ല. അദ്ദേഹത്തിന് വലിയ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ പ്രാതിനിധ്യം കിട്ടിയ ഒരാൾ തന്നെയാണ്. അതൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ കെ സിക്കെതിരായ സൈബർ ആക്രമണം നടക്കുന്നു എന്ന ഒരു അവകാശവാദം കൂടിയുണ്ട്. എന്താണ് നിങ്ങൾക്ക് കെ സി വേണുഗോപാലിന്റെ പേര് പറയുമ്പോൾ ഇത്ര ബുദ്ധിമുട്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവചരിത്രങ്ങൾ പങ്കുവെക്കുന്നത്. ആരാണ് സൈബർ ആക്രമണം നടത്തിയത്? ശരിയാണ്, അദ്ദേഹത്തിന് പോസ്റ്റ് താഴെ വി.ഡി. സതീശന് വേണ്ടി ജയ് വിളിക്കുന്ന ആളുകളുണ്ട്, വി.ഡി. സതീശന്റെ പോസ്റ്റുകൾക്ക് താഴെ കെ സി വേണുഗോപാലിന് വേണ്ടി ജയ് വിളിക്കുന്ന ആളുകളും ഒക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് അധിക്ഷേപിക്കാൻ വേണ്ടി ഈ പറയുന്ന കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ബ്യൂറോയിൽ നിന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ആഹ്വാനം ഉണ്ടായി അത്രേ.
മറ്റുള്ള നേതാക്കളെ അധിക്ഷേപിക്കാനുമുള്ള വാട്സാപ്പ് സ്ക്രീൻഷോട്ടുകൾ എത്ര കണ്ട് ഈ കാലത്ത് വിശ്വസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. കാരണം എതിരാളികൾ തന്നെയായിരിക്കാം ഒരുപക്ഷെ പടച്ചുവിടുന്നത്. അതിനപ്പുറത്തേക്ക് പേഴ്സണൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സർക്കിളിലുള്ള ആളുകൾ വരെ നിൽക്കുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പാണ് എന്നതും റിപ്പോർട്ടുകളുണ്ട്. എന്തായാലും ഈ ജീവചരിത്ര പ്രഘോഷണങ്ങൾക്കും പ്രതിച്ഛായ നിർമ്മിതികൾക്കും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, അത് കസേരയാണ്. നേരത്തെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതുപോലെയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്ന ട്രോളും അനുസരിച്ച് ബെഞ്ചിട്ടിരിക്കാൻ കഴിയില്ല CM പോസ്റ്റിൽ എന്നുള്ളത് കൊണ്ട് ഇത് തൽക്കാലത്തേക്ക് 4-ാം തീയതി വരെ ഇപ്പൊ പ്രവർത്തിക്കുന്ന ആ സംഭവ വികാസം, ആ പ്രവർത്തന യന്ത്രം ഒന്ന് നിർത്തിവെച്ചാൽ ഈ 4-ാം തീയതിക്ക് ശേഷം ജനങ്ങളുടെ ഒരു ഹിതം തിരിച്ചാണ് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് പാർട്ടിയുടെ അണികൾക്ക് ട്രോൾ ചെയ്യപ്പെടേണ്ടി വരില്ല. അല്ല, ഇത് കഴിഞ്ഞ ഉടനെ ട്രോൾ ചെയ്യപ്പെട്ടതാണ്. നമ്മൾ ചർച്ചയൊക്കെ നടത്തുന്നത് പോലെ തന്നെ കഴിഞ്ഞുള്ള പേഴ്സണൽ സ്റ്റാഫിനെ വരെ തീരുമാനിച്ചിരുന്നു. അത് അതാകണം പേഴ്സണൽ സ്റ്റാഫ് എന്ന് വരെ പാർട്ടികളെ അന്നത്തെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് മൊത്തം അടപടലം കൊടുങ്കാറ്റായിട്ട് LDFന്റെ പക്ഷത്തേക്ക് വന്നത്. കാത്തിരിക്കാം 4-ാം തീയതി വരെ. Meet the editors.